എന്നപോലെ എല്ലാ ഈ ഒരുപാട് ആനകൾ അതിന് ശേഷവും ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു പ്രശ്നം, അതായത് ആദ്യം 10ാം ബ്ലോക്കിലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്ന അവിടെയും ആനേന്റെ ശല്യമൊക്കെ കാരണമാണ് ഇങ്ങോട്ട് വന്നതല്ലേ? ഇല്ല, ഇവിടെ ഇപ്പൊ പട്ടയം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ ഇവിടെ ഇങ്ങനെ താമസിക്കുകയാണല്ലേ? പട്ടയം കിട്ടാത്തതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്ന വീട് എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്തതും അതുകൊണ്ടായിരിക്കണം. അതെ, പട്ടയം കിട്ടാത്തതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ വന്നപ്പോൾ ഇവിടെയുള്ളവർ നമ്മളെ അടക്കം വിമർശിച്ച് ചോദിച്ചത്, ഒരു ആന വരുമ്പോൾ മാത്രം നിങ്ങൾ ഇവിടത്തേക്ക് വരികയും ഇവിടെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയല്ലേ, നിങ്ങളെന്താണ് ഇങ്ങനെ ആ സമയത്ത് മാത്രം വന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. സത്യമാണ്, പലപ്പോഴും നമുക്ക് എല്ലാ സമയത്തും ഇവിടത്തേക്ക് ചേരാൻ കഴിയാറില്ല. ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അതൊരു തുടർച്ചയായ രീതിയിൽ വാർത്തയാക്കി കൊണ്ടുവരുന്നതിലൊക്കെ നമുക്ക് ഒരു സ്വയം വിമർശനകരമായ കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും ഇവരുടെ പ്രശ്നം വളരെ ദുരിതമാണ്. പ്രശ്നം പല ഘട്ടങ്ങളിലായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അർജുൻ കല്യാട്, ആരാണ് സ്ഥലം MLA, ഇവിടേക്ക് MLA അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവരൊക്കെ എത്ര സമയം കൂടുമ്പോൾ ഇവിടേക്ക് വന്ന് നോക്കാറുണ്ട്? അതായത് ഇവിടെയുള്ള ഈ പറയുന്ന ആറളം ഫാമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സണ്ണി ജോസഫാണ് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ MLA. ഈ MLAയോ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇവിടെ വരികയും നിങ്ങളോടൊക്കെ സംസാരിക്കുകയും ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ ഇതിനു മുമ്പൊക്കെ? ഇല്ല, വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇങ്ങോട്ട് വരാറില്ല? മെമ്പറോടൊക്കെ ഈ കാര്യം വന്നിട്ടുണ്ടായിരുന്നു. മെമ്പറോട് ഈ വീടിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ്. അതിനപ്പുറത്ത് വേറെ മറുപടി ശരിയാക്കി തരാമെന്നുള്ള മറുപടി മാത്രം, മറ്റൊന്നും ഒരു പ്രതികരണമില്ല? ഇല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഏതെങ്കിലും സമയത്ത് വന്നായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. MLAയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇലക്ഷന്റെ സമയത്തല്ലാതെ മറ്റു സമയത്ത് ഏതെങ്കിലും വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. പഞ്ചായത്തുകാർ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് വന്ന് നോക്കിയിട്ട് പോയി. അല്ലാതെ വേറെ ഉദ്യോഗസ്ഥന്മാർ വരും, പ്രൊമോട്ടർമാരൊക്കെ അവരൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? അവരൊക്കെ എന്താ പറയുക, അവരൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ ഈ പറയുന്ന നിങ്ങൾ ജോലിക്ക് പോകുന്നതാണോ? ഞാൻ ഇവിടെ പണിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്നു. ഇവിടെ അടുത്ത് തന്നെയാ? അടുത്തായി വളഞ്ചാറ്റ. ഇവിടെ ബാക്കിയുള്ളവരൊക്കെയോ? അവര് അങ്ങനെ തന്നെ കൂലിപ്പണിക്ക് പോകുന്നു. കൂലിപ്പണി മാത്രമാണ് ഉള്ള ആശ്രയം? അതേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതും പറ്റാത്ത അവസ്ഥയാണ്. ഈ പറയുന്ന പോലെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരും തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പെടുന്ന പ്രദേശമാണ് ആറളം ഫാമും പരിസര പ്രദേശങ്ങളുമൊക്കെ. സണ്ണി ജോസഫാണ് ഇവിടുത്തെ MLA. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആരും തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇവരോടൊന്നും സംസാരിക്കാൻ പോലും ഇവിടത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരിഭവം ഇവരുടെ ഭാഗത്തുനിന്ന്, ഒരു പരാതി, ഒരു ആക്ഷേപമൊക്കെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർ വരും, പക്ഷേ ആ സമയത്തൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ ശരിയാക്കി തരാം എന്നുള്ള മറുപടി മാത്രമാണ് ഇവരിൽ നിന്നും ഉണ്ടാവുന്നത്. അർജുൻ, എന്താണ് ഇവരുടെ ജീവിതോപാധി, എന്താണ് ഇവരുടെ തൊഴിൽ? ഇവിടെയുള്ള അതായത് ജിഷ്ണു, അതായത് ഇവിടെ താമസിക്കുന്നത് ലീന, അതുപോലെ തന്നെ ജിഷ്ണു, അശ്വിനി, നിങ്ങൾ 6 പേരാണ് അല്ലേ? അല്ല, ഇവിടെ അല്ല, അപ്പുറത്തെ ചേച്ചില്ല. അതായത് നേരത്തെ നമ്മൾ മുകളില് 3 പേരാ? 2 പേര് മുകളിൽ, ബാക്കിയുള്ളവർ ഇവിടെ. ഇപ്പൊ ജിഷ്ണു എന്ത് പണിയാ ചെയ്യുന്നത്? ഞാനിവിടെ കൂലിപ്പണിക്ക് പോകുന്നു. അതായത് കോൺക്രീറ്റിന്റെ പണി, അങ്ങനെ കൂലിപ്പണിക്ക് പോകും അല്ലേ? ലീന ഇപ്പൊ എന്താ? അത് ഓഫീസില്ല, ഫോറസ്റ്റില്. എല്ലാ ദിവസവും അവിടെ പണി ഉണ്ടാവോ? എല്ലാ ദിവസവും. ജിഷ്ണുവിനെ സംഭവിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എല്ലാ ദിവസവും പണി ഉണ്ടാവില്ല? ഇല്ല. പണി ഉള്ളപ്പോൾ മാത്രമേ പോകാൻ പറ്റൂ. പ്രധാനപ്പെട്ട ഈ ഇവിടത്തേക്കുള്ള വരുമാനം എന്ന് പറയുന്നത് ജിഷ്ണുവിന്റെയും അതുപോലെ തന്നെ ലീനയുടെയും മാത്രമല്ലേ? ബാക്കിയുള്ളവരാരെങ്കിലും പണിക്ക് പോകുന്നുണ്ട്? ചേട്ടയെല്ലാം പണിക്ക് പോകുന്നുണ്ട്. അതും കൂലിപ്പണി തന്നെയല്ലേ? കൂലിപ്പണി. സാധാരണ ഇതിൽ കൂലിപ്പണി മാത്രമാണ് ഇവരുടെ ആശ്രയം എന്ന് പറയുന്നത്. 6ഓളം പേരുള്ള ഒരു കുടുംബമാണ്. അവരെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിൽ 3 പേർ, ചേട്ടനും ജിഷ്ണുവും ലീനയും അല്ലേ? അവർ 3 ആളല്ലേ പണിക്ക് പോകുന്നത്? അതെ, 3 പേരാണ് ഇവിടെ ജോലിക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, പെട്ടെന്നൊരു പനി വന്നാൽ പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോ വിളിക്കണം, മറ്റ് വാഹന സംവിധാനങ്ങളില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ. അതായത് സാധാരണ ഒരു ബസ്സിന് കൊടുക്കാൻ 10 രൂപയാണെങ്കിൽ ഓട്ടോയ്ക്ക് 40-50 രൂപ കൊടുത്ത് നിത്യേന യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പോലും ഇവിടെയുള്ളവർക്ക് അല്ലെ? ബസ്സും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഉണ്ട്, ഒരു 3-4 മണിയാകുമ്പോൾ ബസ്, ഒറ്റ ബസ് മാത്രം അല്ലേ? കൃത്യമായ ഇത് ആംബുലൻസ് സൗകര്യമോ അങ്ങനെയുള്ള എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ വിളിച്ചാൽ ആൾക്കാർ വരുമോ? അങ്ങനെ വരുന്നില്ല, ആന ശല്യമായിക്കൊണ്ട് വരുന്നില്ല. ഓട്ടോയും എല്ലാം ഈ പ്രശ്നമാണല്ലേ?
പ്രധാനമായിട്ട് ഓട്ടോനെ വിളിച്ചാണ് എല്ലാ ദിവസവും ഇങ്ങനെ പോകാൻ വരികയൊക്കെ ചെയ്യാറുള്ളത് അല്ലേ? ഓട്ടോ ഓട്ടോറിക്ഷ തന്നെയാണ് വിളിക്കും, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ആശുപത്രിയൊക്കെ പോകും. വേറെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല ഇല്ല. അത് തന്നെയാണ്. അതായത് ഇവരുടെ ഈ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന ഈ വരുമാനം, ആ വരുമാനത്തിൻ്റെ ഒരു ഏറിയ പങ്കും ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ചിലവഴിച്ച് പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. ഇവരുടെ അടിസ്ഥാനപരമായി ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രദേശത്ത് കാണാൻ വേണ്ടി കഴിയും ഏകദേശം ഒരു 3-4 കുടിലുകളാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ 4 കുടിലുകളിലുള്ളവരാണ് ഇത്തരത്തിൽ കുടില് കെട്ടി, അതായത് ടാർപോളിൻ ഷീറ്റിൻ്റെ അകത്ത് അന്തി ഉറങ്ങുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. അത്രയും ഭീകരമായ അല്ലെങ്കിൽ അത്രയും വലിയ പ്രയാസത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പറയുന്ന തങ്കമ്മ എന്ന് പറയുന്നവരാണ് ഇവരുടെ ഏറ്റവും മൂത്ത ഒരു അംഗം എന്നൊരു. അമ്മ, ഇതിപ്പോൾ എത്ര വർഷമായി നിങ്ങൾ ഇവിടെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇത് കുറേ കാലമായി. എത്ര മാറ്റാൻ പറയാൻ പറ്റില്ല, അത്രയായി. ആദ്യം 10ാം ബ്ലോക്കിലായിരുന്നു. ഞാളേടെ പോയില്ല, അവർക്ക് അത് സ്ഥലം കിട്ടിയാടെ. അന്നപ്പോൾ അവർ പട്ടയൊക്കെ പട്ടയം കൊടുത്തിട്ട് കുറേ കാലമായി. എന്നിട്ട് ഇവർക്ക് ഇനി ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇനിയും പറഞ്ഞില്ല, പട്ടയം ഇല്ല, കിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന ഷെഡൊക്കെ ഉള്ള സ്ഥലത്തിന്റെ പട്ടയം എന്നും കിട്ടി. ഇത് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ചോദിക്കുന്ന ആളെ കൂടെയൊക്കെ ഇതുപോലെ തന്നെ പറയലും. എത്ര ആളാ വന്ന് പോകുന്നത്, എന്നിട്ടും ഇനിയും പട്ടയമായില്ല. നാളെ മറ്റന്നാളെന്നൊക്കെ പറയൂ. പട്ടയമൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരാമെന്നു ഇല്ല, ആരും കൊടുക്കില്ല. ഒരു നമ്പറോ ആരും വന്ന് നോക്കിയില്ല. അങ്ങനെയാ പറയുന്ന പഞ്ചായത്തിലെ ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ ഇതന്നെയാ മറുപടി. അതെ അതെ അതെ. തിരിഞ്ഞു നോക്കാത്തല്ലേ? അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഈ പറയുന്ന പോലെ MLA-യും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ? ആരും വന്നില്ല, ആരും വരത്തില്ല. ഈ നമ്പർ മാത്രമേ ഇവിടെ വന്നു പോകും. ഈ അപേക്ഷ കൊടുക്കാത്തോണ്ടാണോ ഈ പ്രശ്നം? അപേക്ഷ ഒക്കെ കൊടുത്ത് അവരും പട്ടയം ഞങ്ങൾക്ക് 10 സ്ഥലമാണ് ഞാളിപ്പം ആടെ ഇരിക്കുന്നത്, ഞാളടുത്തുള്ളത്. അന്നപ്പോൾ ഞാളിപ്പം കയറി കൂടിയ 9-ലാണ്. 9-ലേക്ക് മാറ്റി വേണം, ആടെ ഇരിക്കാൻ പറ്റില്ല. അതായി ഇവിടത്തേക്ക് മക്കളൊക്കെ കൊണ്ട് കൂലിയിൽ പോകണ്ടേ മക്കൾക്കൊക്കെ. അതിന് വേണ്ടി അവരൊക്കെ ഇവിടത്തേക്ക് വന്നേ. 2-3 കുടുംബക്കാരുണ്ട്. ആദ്യം 10ാം ബ്ലോക്കിലാണ് ഈ പറയുന്ന പോലെ പട്ടയം കിട്ടിയിരുന്നത് കുറേ വർഷം മുൻപ്. അതിന് ശേഷം പിന്നെ അവിടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അതുപോലെ തന്നെ റോഡ് സൗകര്യം, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതായത് ആദ്യം ഇവർക്ക് 10ാം ബ്ലോക്കിലായിരുന്നു ഇവർക്ക് ആദ്യം സ്ഥലം അനുവദിച്ചിരുന്നത്. പക്ഷെ അവിടെ ഇവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് അവർ 9ാം ബ്ലോക്കിൽ വന്നത്. ഇവിടെ ഇപ്പോൾ കാട്ടാനൻ്റെ പ്രശ്നമുണ്ടല്ലേ? അതെ, അതൊന്നും പറയണ്ട. ആന വന്നു ഇവിടെ എത്തിപ്പോയില്ലേ, മോള് ആനൻ്റെ മുമ്പിൽ ആയിപ്പോയി. അങ്ങനെ ഓടിപ്പോയി വീണിച്ച കാലും കൈയൊക്കെ വേദനയായി. കുറേ ദിവസം പിന്നെ ഓഫീസിൽ പോകാണ്ടിരുന്നു. മിഞ്ഞാന്ന് തുടങ്ങിയാൽ പോകാൻ വേണ്ടിക്കും. ഒരു മാസം മുമ്പ് അതേപോലെ കാട്ടാന വന്നിട്ട് ഇവർ നേരത്തെ പറഞ്ഞ ആ ഒരു കഥ തന്നെയാണ്. ഇങ്ങനെയൊരു എന്താ പറയുക, സൈഡിലൊന്നും ഒരു ഇഴജന്തുക്കളൊക്കെ പാമ്പൊക്കെ ഇങ്ങോട്ട് കയറൂലേ? പേടിയല്ലേ ഇങ്ങനെ കിടക്കാൻ? പിന്നെന്ത് ചെയ്യും, വീടൊക്കെ ആവണ്ടേ, എന്നല്ലേ നല്ല വീട്ടിലിരിക്കാൻ പറ്റും. എപ്പം കയറി കൂടിയ പാമ്പ് വീടുന്ന് കൊടുത്ത അന്ന് മുതൽ ഇങ്ങനെ സെൻറ്റിൽ കൂടുന്നത്. സ്ഥലമില്ല. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ എന്താ ചെയ്യാമ്മ? ഇവിടെ ഇരിക്കും. വലിയ കാറ്റൊക്കെ അടിക്കും. അന്നപ്പോൾ ഇരുന്നോട് നോക്കിയിരിക്കും. കാറ്റ് പോയി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. അങ്ങനെ നല്ല വലിയ കാറ്റ് വന്നാൽ ഇതൊക്കെ പാറിപ്പോകൂലേ? പാറിപ്പോവും. എന്ത് പറയാനാണെന്നുള്ളത്. കാരണം ഒരു നല്ല ശക്തമായ കാറ്റ് പെയ്താൽ അല്ലെ കാറ്റടിച്ചാൽ തന്നെ ഈ പറയുന്ന ടാർപോളിൻ ഷീറ്റും ഈ ഓല വെച്ച ഇതൊക്കെ പാറിപ്പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ദുരിതാവസ്ഥ തന്നെയാണ്, കാലങ്ങളായി തുടരുന്ന ദുരിതമാണ്.